In the serene northern expanse of Shivagiri, the benevolent soul, Sri Gangadharan Modalali, bestowed a parcel of land upon our Guru. With the stems of a tapioca plant and the branches of the coconut palm tree, a humble hut emerged here. This thatched home atop a hill, which housed Shanti, emanated radiant peace to its surroundings, and people began to call the place Shantigiri. This marks the humble beginning of Shantigiri Ashram. ഗുരു ശിവഗിരിയിലായിരുന്ന ഒരു ദിവസം പട്ടാളി സ്വാമികൾ ഗുരുവിനെ അന്വേഷിച്ച് വർക്കലയിൽ വന്നു. തുരപ്പിന്റെ മുൻവശത്ത് നിന്നിരുന്ന വലിയൊരു പറങ്കിമാവിന്റെ ചുവട്ടിൽ അദ്ദേഹം ഇരുന്നു. വിജയനെ അയച്ച് ഗുരുവിനെ വിളിപ്പിച്ചു. ഗുരു വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, നീ ഇവിടെ നിന്നും എങ്ങും പൊയ്ക്കളയരുത്. ഇവിടെ നിന്നും നിനക്കൊരു മാറ്റമുണ്ടാകും. എല്ലാം ഇവിടെ നിന്ന് കിട്ടും. ഞാൻ നിന്നെ കാണേണ്ട കാര്യവുമായി വന്നു. ഞാനൊരു വലിയ യാത്രയ്ക്ക് തിരിച്ചിരിക്കുന്നു. വരാൻ താമസിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു രൂപ കൊടുത്തതിന് ശേഷം അവിടെ വിട്ടുപോയി. ഒരു ദിവസം ഗുരു ശിവഗിരിയിൽ പൂജയ്ക്ക് ശേഷം ഭക്തർക്ക് പ്രസാദം കൊടുക്കുകയായിരുന്നു. അതിലൊരാൾ ചൂണ്ടുവിരൽ നീട്ടിക്കാണിച്ച് എന്നിട്ട് വിരലിൽ ചന്ദനം തൊട്ടു കൊടുക്കുവാൻ പറഞ്ഞു. ഗുരു ചൂണ്ടുവിരലിൽ ചന്ദനം തൊട്ടു കൊടുത്തു. അതയാൾ നെറ്റിയിൽ തൊട്ടു. വീണ്ടും വിരൽ നീട്ടിക്കാണിച്ചു. ഗുരുവിന് ഇഷ്ടപ്പെട്ടില്ല. ധൃതിയുണ്ട്, കൈ കാണിക്കാൻ പറഞ്ഞു. നല്ലൊരു അവസരമെന്ന നിലയിൽ അയാൾ ആക്രോശിക്കുവാൻ തുടങ്ങി. ഇവിടെ കുറെ വള്ളക്കാരുടെ മക്കൾ കിടപ്പുണ്ട്. ഇവിടെ വന്നാൽ ശരീരം മൊത്തം ഇതാകണം. ഉടനെ ഗുരു പറഞ്ഞു, ഇത് നിന്റെ കുറ്റമല്ല. ഒന്നുകിൽ നീ വളർന്ന കുറ്റം, അല്ലെങ്കിൽ നിന്നെ വളർത്തിയ കുറ്റം. ഗുരു മറുപടി പറഞ്ഞു. അയാൾ ചെന്ന് നാരായണ തീർത്ഥരോട് എന്തൊക്കെയോ പരാതികൾ പറഞ്ഞു. നാരായണ തീർത്ഥർ അയാളെയും കൂട്ടി വന്ന് ഗുരുവിനെ ശകാരിച്ചു. അപ്പോൾ ഗുരു ഒന്നും പറഞ്ഞില്ല. അരിയുപ്പുറം ചെല്ലപ്പ പണിക്കർ, സ്വാമി ആര്യഭടൻ, നാരായണ തീർത്ഥർ എന്നിവർ ഒരുമിച്ചിരുന്നയിടത്ത് ഗുരു ഇങ്ങനെ മറുപടി പറഞ്ഞു. തെറ്റ് കണ്ടാൽ തിരുത്താം. അത് അന്വേഷിച്ചറിഞ്ഞായിരിക്കണം. അല്ലാതെ ചില വിവരമില്ലാത്തവർ പറയുന്നത് പോലെ സ്വാമി പറയുന്നത് ശരിയല്ല. അന്നേ ദിവസം തന്നെ ആശ്രമ കമ്മിറ്റി കൂടി ചില തീരുമാനങ്ങളെടുത്തു. ഗീതാനന്ദ സ്വാമിയും കുമാരന്ദൻ സ്വാമിയും കൂടി ഗുരുവിനോട് പറഞ്ഞു, ഞങ്ങൾ സ്നേഹം കൊണ്ട് പറയുകയാണ്, മറ്റൊന്നും വിചാരിക്കരുത്. ഒരു യാത്ര ചെയ്തിട്ട് വരണമെന്ന് കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നു. ഗുരുവിനെ ഒഴിവാക്കുവാൻ അവർ മനഃപൂർവ്വം സൃഷ്ടിച്ച തന്ത്രമായിരുന്നു അത്. ഗുരു അവിടെ നിൽക്കുന്നതിലുള്ള അവരുടെ അസഹിഷ്ണുത ഗുരു മനസ്സിലാക്കി. ഗുരു മറുപടി പറഞ്ഞു, നല്ല തീരുമാനം. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നോട് പോകാൻ പറയാം. തീർത്ഥാടനം ചെയ്യണോ വേണ്ടയോ എന്ന്, എപ്പോൾ വേണമെങ്കിലും ഞാൻ പോകണോ എന്ന് ഞാനാണ് തീരുമാനിക്കേണ്ടത്. നിങ്ങൾ പറഞ്ഞിട്ട് യാത്ര ചെയ്യുവാൻ ഞാൻ എങ്ങനെ നന്നാവും? കുറച്ച് ദിവസങ്ങൾ കൂടി ഞാനിവിടെ കഴിയും. 4 ദിവസത്തേക്ക് കൂടി എനിക്ക് ആഹാരം തരണം. അത് കഴിഞ്ഞിട്ട് ഞാൻ പൊക്കോളാം. ആഹാരം തരണമെന്ന് ആവശ്യപ്പെട്ട് 4 ദിവസം കഴിഞ്ഞു. അന്നൊരു വ്യാഴാഴ്ചയായിരുന്നു. ആഹാരം കഴിക്കാൻ ഗുരു പോയില്ല. പാലാലയത്തിൻ്റെ തിണ്ണയിൽ രാവിലെ മുതൽ ഒന്നും കഴിക്കാതെയിരുന്നു. ഈ വിവരം വെളിയിലെറിഞ്ഞ് ഗുരുവിനെ സ്നേഹിക്കുന്നവർ ആഹാരം പുറത്തുനിന്നും കൊണ്ടുവന്നു. ഒരു ദിവസവും പൂജ ചെയ്തിരുന്ന സമാധിയിൽ പാലാലയത്തിൻ്റെ തിണ്ണയിൽ എല്ലാ നേരവും ആഹാരം കൊണ്ട് വെച്ചു കൊടുക്കുവാൻ തുടങ്ങി. ആഹാരം കഴിച്ച ഗുരു 21 ദിവസം അവിടെ കഴിച്ചു കൂട്ടി. ശിവഗിരി കുന്നിൻ്റെ വടക്കുവശത്തുള്ള മറ്റൊരു കുന്ന്. ആ കുന്നിൻ്റെ ചെരുവിൽ വർക്കല കോളേജിനടുത്ത് ഒരു ഉദാരമനസ്കനായ ശ്രീ ഗംഗാധരൻ മുതലാളി ഒരു തുണ്ട് ഭൂമി ഗുരുവിന് ദാനം ചെയ്തു. അവിടെ 10 മടൽ ഓലയും കുറെ കപ്പത്തണ്ടുകളും കൊണ്ട് ഒരു കുടിൽ കെട്ടി.
ഒരു കൊച്ചുകുടിൽ. ഇവിടെ നിന്ന് നോക്കിയാൽ വടക്കും കിഴക്കും വൃക്ഷങ്ങൾക്കിടയിലൂടെ അങ്ങിങ്ങായി ഓരോ വീട് കാണാം. കുന്നിൻ്റെ പടിഞ്ഞാറേ ചരിവിൽ കശുമാവിൻ തൈയുടെ സമൃദ്ധമായ പച്ചപ്പ്. എങ്ങും ഒരു മനുഷ്യജീവിയെയും കാണാനില്ല. വിജനത. ആൾത്തിരക്കൊഴിയാത്ത ശിവഗിരിയിൽ നിന്നും ഗുരു മലമുകളിലെ കുടിയിലേക്ക് താമസം മാറി. അന്നൊരു വ്യാഴാഴ്ചയായിരുന്നു, ഉത്രാടം നാൾ. അന്ന് 4 വീട്ടുകാർ ഗുരുവിന് ആഹാരം കൊണ്ടുവന്ന് കൊടുത്തു. 17 വർഷമായി ഒരു പൈസ പോലും പ്രതിഫലം വാങ്ങാതെ സേവനമനുഷ്ഠിച്ച ശിവഗിരി പ്രസ്ഥാനത്തോട് ഗുരു എന്നേക്കുമായി വിടവാങ്ങിച്ചു. കരുണാകരൻ ശാന്തി താമസിക്കുന്ന കുടിലിരിക്കുന്ന കുന്നിനെ ആളുകൾ ശാന്തിഗിരി എന്ന് വിളിക്കാൻ തുടങ്ങി. ശാന്തിഗിരി ആശ്രമത്തിന് തുടക്കം അതായിരുന്നു. ആദ്യമെല്ലാം ഒരു ദിവസം തന്നെ 2-3 തവണ ശിവഗിരിയിൽ പോകുമായിരുന്നു. പിന്നീട് അവിടെ പോകുവാൻ സമയമില്ലാതായി. വർക്കല ശാന്തിഗിരിയിൽ ഇരുന്നു കൊണ്ട് ആത്മീയ ജീവിതത്തിൻ്റെ പല സോപാനങ്ങളും ഗുരു കടന്നുപോയി. ഗുരുവിൻ്റെ സ്വതന്ത്രമായ ആധ്യാത്മിക പ്രവർത്തനങ്ങൾക്ക് നാട്ടുകാർ വളരെ പേർ സഹായം ചെയ്തിട്ടുണ്ട്. അതിൽ പ്രത്യേക പരിഗണന അർഹിക്കുന്നവരാണ് വിദ്യാധരൻ കണക്കൽ, ശ്രീ ഗംഗാധരൻ മുതലാളി, ഗോവിന്ദൻ സാർ, സഹദേവൻ എന്നിവരുടെ കുടുംബം. ഇവിടെ നിന്നും പോകരുതെന്നാണ് ഗുരുവാക്കനുസരിക്കണം. ആ വാക്കിനെ പ്രമാണമാക്കിയാണ് ഗുരു ശിവഗിരിയുടെ പരിസരത്തു നിന്നും വിട്ടുപോകാതെ അവിടെ തന്നെ ഉറച്ചു നിന്നത്. ഇവിടെ നിന്നും പൊയ്ക്കൊള്ളരുതെന്ന് പറഞ്ഞ് പട്ടാണിസ്വാമിക്ക് പോയതിന് ശേഷം ഇപ്പോൾ 6 മാസം കഴിഞ്ഞിരിക്കുന്നു. ഇതുവരെയും തിരിച്ചു വന്നില്ല. പട്ടാണിസ്വാമിയെ കാണാൻ ഏതാനും ദിവസം അന്വേഷിച്ചു. ഏതായാലും അന്വേഷിച്ചു പോകുവാൻ ഗുരു ഉറപ്പിച്ചു. അദ്ദേഹം സാധാരണ താമസിക്കുന്ന കടപ്പുറത്ത് ചെന്ന് നോക്കി. ഭാഗ്യം, അദ്ദേഹം അവിടെ തന്നെയുണ്ട്. ഗുരുവിനെ കണ്ടപ്പോൾ പട്ടാണിസ്വാമി പറഞ്ഞു, നിനക്ക് അനുഭൂതി വന്നിരുന്നു, ഇനി അനുഭൂതി വരുത്തിയിട്ട് പോയാൽ മതി. പിന്നെ ഗുരുവിൻ്റെ കൂടെ ഏറെ നാൾ കഴിഞ്ഞു. പിന്നീട് അവധൂത വൃത്തിയുടെ കാലമായിരുന്നു. കഷ്ടപ്പെട്ട് വേദനിച്ച് വെട്ടിയ കിണറാണ്. അന്ന് 10 വയസ്സ് 5 വയസ്സൊക്കെ എൻ്റെ മാമൻ ശ്രീനിവാസ മാമൻ ഇറങ്ങി പിരിക്കുമായിരുന്നു. അങ്ങനെ പിരിച്ചുകൊണ്ട് വന്ന് വെട്ടിയ കിണറാണ് ഈ കിണർ. അത്രയും കഷ്ടപ്പെട്ട കുട്ടി, ഞാൻ കൊച്ചായതുകൊണ്ട് എനിക്ക് ഇവിടെ വന്നിട്ട് ഈ കിണർ മാത്രമേ ഓർമ്മയുള്ളൂ. എനിക്കന്ന് 5-6 വയസ്സേ ഉള്ളൂ. കിണറ്റിന് മാത്രം എനിക്ക് കണ്ടപ്പോൾ ഓർമ്മയുണ്ട്. ഈ ഗുരു ഇരുന്നത് ആ ഭാഗത്താണ്, താഴെ. അടുക്കളയും ആ ഭാഗത്തായിരുന്നെന്ന് ഓർമ്മയുണ്ട്. ബാക്കിയൊന്നും എനിക്ക് ഓർമ്മയില്ല. അത് ഗംഗാധര മുതലാളി എന്ന് പറയുന്ന ആൾ ഈ പുഷ്പം വക്കീലിൻ്റെ അല്ലെങ്കിൽ പോത്തങ്കോട്ട് സുന്ദരം വക്കീലിൻ്റെ അച്ഛനായിരുന്നു. അങ്ങനെ അച്ഛൻ പറഞ്ഞു, നീ വിഷമിക്കേണ്ട, എൻ്റെ ഈ പെരേടത്തിൽ ഒരു കുടിൽ കെട്ടി ഗുരുദേവനെ വെച്ച് പൂജിക്കണമെന്ന് പറഞ്ഞു. ഗുരുദേവനെ 5 നേരം ഈ അടുത്ത വീടുകളിൽ നിന്നൊക്കെ ചെമ്പരത്തി പൂവും തുളസിയിലയും കൊണ്ടുവന്ന് 5 നേരം പുഷ്പാഞ്ജലി നടത്തുമായിരുന്നു. അങ്ങനെ ഗുരു കൊടുത്ത ശ്രീനാരായണ ഗുരു കൊടുത്ത വരമാണ് കരുണാകര ഗുരുസ്വാമിക്ക്. അവസാനം ഇവിടെ നിന്ന് വലിയ ആൾക്കാരെയൊക്കെ അസുഖങ്ങളൊക്കെ മാറ്റും. ഇവിടങ്ങളിലുള്ളവർക്ക് ആർക്കും അറിഞ്ഞുകൂടായിരുന്നു. കടയ്ക്കവരിൽ നിന്ന് ജനങ്ങളിവിടെ വന്നു സ്വാമിക്ക് ഒരു ഊട്ടുവരെ താഴെ കെട്ടിക്കൊടുത്തു. അവിടെ അവർ കഞ്ഞി വീഴ്ത്തും, ഭക്ഷണമൊക്കെ ഉണ്ടാക്കും. താഴെ വെള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ട് താഴെ തോടുണ്ട്, അവിടെ പോയി കുടിക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ കുറച്ച് ആവാസന്മാർ ഇവിടങ്ങളിലുള്ളവർ സ്വാമീനെ വരട്ടെയും ഇവിടങ്ങളിലുള്ളവർ അറിഞ്ഞില്ല. അങ്ങോട്ട് ദൂരോട്ടുള്ള പിള്ളേർ അടിക്കാനൊക്കെ വന്നു. അങ്ങനെ സ്വാമി അങ്ങ് ഒരു ദിവസം രാത്രിയിൽ എല്ലാവരും കൂടി പോത്തങ്കോട്ടത്തേക്ക് പോയി. പോത്തങ്കോട്ടുള്ള പുരയിടങ്ങളും എല്ലാം ഈ ഗംഗാധര മുതലാളിയുടെയാണ്. എൻ്റെ ഒരു മാമനാണ്, എൻ്റെ അമ്മയുടെ സഹോദരനാണ്. മാമൻ തന്ന വകയിലാണ് ഞങ്ങൾക്ക് 60 സെൻറ്റ്. അതിൽ 12 മക്കൾക്ക് ഓഹരിയുണ്ട്. അതിലാണ് താമസിക്കുന്നത് ഇവിടെ അടുത്ത്. ഇവിടെ ഇപ്പോൾ പുഷ്പം വക്കീലിൻ്റെ ഗംഗാധര മുതലാളിയുടെ മകൻ, മൂത്ത മകൻ പുഷ്പം വക്കീലിൻ്റെ മകനും കുടുംബവും ഇവിടെ താമസിക്കുന്നത്. പുഷ്പം വക്കീൽ മരിച്ചുപോയി, 2.5 വർഷം ആവാറായി. കണ്ടിട്ടുണ്ട് ഞാൻ. ഗുരു എന്നും പിന്നെ ഭിക്ഷ എടുത്ത് പായസം വയ്ക്കുമ്പോൾ ഇവിടെ അന്യജാതിക്കാർ കുട്ടികൾ പായസം കുടിക്കാൻ വരുമ്പോൾ ഞാൻ പായസ പാത്രത്തിൽ മണ്ണ് വാരി എറിഞ്ഞെന്ന് പറഞ്ഞിട്ട് എൻ്റെ താഴെയാണ് എൻ്റെ അമ്മയുടെ വീട്. അവിടം വരെ എന്നെ അടിച്ചടിച്ച് കൊണ്ടുപോയി ഗുരു. പിന്നെ 12 വയസ്സിൽ എനിക്ക് തലയ്ക്ക് സുഖമില്ലാതെ വന്നപ്പോൾ ഈ 17 വയസ്സായപ്പോൾ അമ്മ ഗുരുദേവൻ പോത്തങ്കോട്ട് ആശ്രമത്തിൽ കൊണ്ടുപോയി അവിടെ ഭജന ഇരുത്തി.
അവിടെ വെച്ച് എനിക്ക് എല്ലാ രോഗങ്ങളും മാറി. അമ്മ അവിടെ ഒരു വിളക്ക് നേർന്നു, അമ്മ വാങ്ങിച്ചു കൊടുക്കാൻ കഴിഞ്ഞില്ല, അമ്മ മരിച്ചുപോയി. ഞാൻ പിന്നെ പോയിട്ടില്ല. സുന്ദരം വക്കീലിൻ്റെ മകളെ കല്യാണത്തിന് പോയപ്പോൾ ഞങ്ങൾ എല്ലാവരും വരുമെന്ന് ഗുരു ശിഷ്യന്മാരടുത്ത് പറഞ്ഞു. അവിടെ ചെന്നപ്പോൾ എല്ലാവരെയും അങ്ങ് കയറ്റി വിടണമെന്ന് പറഞ്ഞ് ഞങ്ങൾ ചെന്ന് നമുക്ക് ആപ്പിളും ഓറഞ്ചും എല്ലാം തന്നു. അതൊക്കെ കഴിച്ച് ഞങ്ങൾ വന്നു.